ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാലോ എന്താണ് വീഡിയോ ഇല്ലാത്തതെന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന്. അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാടെ പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. ഇപ്പോൾ ഒരു 8 ദിവസം 9 ദിവസമായിട്ടോ വീഡിയോസൊന്നും ഇല്ലാണ്ട് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് വന്നത്. അപ്പോൾ വൈകിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി വന്നല്ലോ, ഇത്ര ദിവസം വീട് അടച്ചിട്ട കാരണം കൊണ്ട് അടുക്കളയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് കിടക്കുന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം അതങ്ങനെ കഴിച്ചു, അങ്ങനെ തന്നെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ നോക്കിയപ്പോൾ അടുക്കളയിൽ ഉപ്പുപൊടി ഇട്ട് വെച്ചിരുന്ന ചില്ല് പാത്രത്തിലായിരുന്നു കേട്ടോ. അതൊക്കെ പൊട്ടിയാകെ കഴുകിട് പൊടിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൂച്ച ചാടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ മുറ്റത്തൊക്കെ നിറച്ചും പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ചെടികളൊക്കെ കാട് പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ പുല്ലുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെയിലില്ലേ ഏതയൊക്കെ നല്ല പോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി ഇതാക്കണം. പിന്നെ തുരപ്പൻ വലിയൊരു പൊത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഇവിടെ രാവിലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് ഒളിയിറച്ചി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഞങ്ങളുടേത്, പിന്നെ ഒരെണ്ണം മൂത്തുമ്മയുടെയാണ് കേട്ടോ. അപ്പോൾ മൂത്തുമ്മ മേടിക്കുന്നില്ല, ഞങ്ങളോട് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തുണ്ട് ഞങ്ങൾക്ക് അവിടെ അമ്മായിയുടെ അവിടെ കൊടുത്തിട്ട് പോയതായിരുന്നു കേട്ടോ. ഞങ്ങളില്ലാത്ത കാരണം ഉസ്താദ് അവിടെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ അമ്മായി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ അതും കൂടി മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് മാത്രം എടുത്തിട്ട് ഞാനതിപ്പോൾ ഒന്ന് ചെറുതായി നുറുക്കിയിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കഴുകിയതിന് ശേഷമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാല, പിന്നെ വേറെന്താണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സബോള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പുപൊടി വേറെ മേടിപ്പിച്ചു കേട്ടോ. അതങ്ങനെ തന്നെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ചില്ലിൻ്റെ കഷ്ണങ്ങൾ അതിലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അതങ്ങനെ കളഞ്ഞെടുത്തില്ല കേട്ടോ. പിന്നെ ഉപ്പുപൊടി ഞാനൊന്ന് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ബീഫിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഞാനൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ രാവിലത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കുറച്ചധികം പണികളുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസമൊക്കെ മാറി നിന്നപ്പോൾ എന്തായിരിക്കും വീടിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചപ്പാത്തി കടയിൽ നിന്ന് മേടിപ്പിച്ചതാണ്. ആ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതെവിടെ കുക്കറിൽ ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ചപ്പാത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് പാത്തൂസ് എൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അവൾക്ക് ഇവിടേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അവൾക്കും കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് മാറിയപ്പോൾ സുഡാപ്പിയും കുറച്ച് വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പിന്നെ ഒക്കെ ശരിയായി. എന്നാലും രാവിലെ ആളിപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കൊണ്ടുവരാൻ വരിക, ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരിക എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വേവിച്ച് വെച്ച കറി ഞാൻ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ ഇതിൻ്റെയും മുളക് പൊടിയുടെ ഒന്നും കുത്തുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ചായ ഒന്ന് ചൂടാക്കി എടുത്തു. ഞങ്ങൾ ചപ്പാത്തിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശേഷമാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അതിന് മുമ്പായിട്ട് കുറച്ച് ചോറിനുള്ള വെള്ളം കൂടി ഒന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായിട്ടില്ല. അപ്പോഴേക്ക് ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈക്ക് അതവിടെ ചോറായിക്കോളും. അപ്പോഴേക്ക് നമുക്കിവിടെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചോറൊന്ന് അടച്ചു വയ്ക്കിട്ട് അരി കേട്ടോ തിളച്ച് വരട്ടെ. പിന്നെ അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് ഞാൻ അവിടെ നിന്ന് ഇന്നലെ ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ മാമാടെ അവിടെ കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാനിതിപ്പോൾ പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു 4-5 പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് അവിടെ വേറെ ഉണ്ട് കേട്ടോ. അത് നല്ല പഴുത്തിട്ടുള്ള ചക്കയാണ്. ഇതൊരു പുളിപ്പ് വന്നിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പീസാക്കി എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം ഞാനിതിപ്പോൾ ഇറയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അകം കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്ത കാരണം കൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ഒന്നും അറിയില്ല. ലൈവൊക്കെ ഇട്ട സമയത്ത് തന്നെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.